വിദ്യാർത്ഥികളെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ബിസിനസ് ട്രേഡ് ആൻഡ് കൊമേഴ്സിലെ പാഠഭാഗങ്ങളാണ്. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ബിസിനസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചായിരുന്നു. ബിസിനസ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ്. അതിൽ വ്യവസായത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കൊമേഴ്സിനെ കുറിച്ചാണ്, വാണിജ്യത്തെ കുറിച്ചാണ്. വാണിജ്യത്തെ ഇതുപോലെ തന്നെ നമ്മൾ രണ്ടായി തരംതിരിക്കുന്നുണ്ട്, ട്രേഡ് ആൻഡ് ഓക്സിലറീസ് ടു ട്രേഡ്. ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടവും കച്ചവടത്തെ സഹായിക്കുന്ന ചില ഘടകങ്ങളും. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള താരതമ്യ പഠനമാണ്, അതിന്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ക്ലാസ്സിലൂടെ ഡീറ്റെയിൽ ആയിട്ട് അത് ഡിസ്കസ് ചെയ്യാം. Commerce. It is concerned with the buying, selling and distribution of commodities, and it is an organized system for exchange of goods and services in between the businessman and the customers. Commerce എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാണിജ്യമാണ്. It is concerned with അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? Buying, വാങ്ങലുണ്ടായിരിക്കും, selling, വിൽക്കലുണ്ടായിരിക്കും, and distribution of commodity, അതായത് സാധനങ്ങൾ വിതരണം ചെയ്യും. And it is organized system for exchange of goods and services in between the businessman and the customers. ബിസിനസ്മാനും ഉപഭോക്താക്കളും കസ്റ്റമേഴ്സും തമ്മിൽ എന്താണ് ഇവിടെ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സാധനങ്ങളും സേവനങ്ങളും എക്സ്ചേഞ്ച് ചെയ്യാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ് സിസ്റ്റം ആണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൊമേഴ്സ് എന്ന വാണിജ്യത്തില് നമുക്ക് വാങ്ങല്, വിൽക്കല്, ഡിസ്ട്രിബ്യൂഷൻ, അതായത് വിതരണം ചെയ്യലും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതുകൂടാതെ നമുക്ക് ഈ സാധനങ്ങളും സേവനങ്ങളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഓർഗനൈസ്ഡ് സിസ്റ്റം അനുസരിച്ച് അത് ബിസിനസ്മാൻ കസ്റ്റമേഴ്സും തമ്മിലുള്ള ഒരു കൈകാര്യം ചെയ്യലിനെയാണ് എന്ത് പറയുന്നത്? കൊമേഴ്സ് എന്ന് പറയുന്നത്. It is also concerned with the marketing aspect of business. നമുക്ക് ഇതില് മാർക്കറ്റിംഗ് ആസ്പെക്ട്, വിപണനവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. Supply of right type of goods to the right person at the right time at the right price. നമ്മൾ എന്താ ചെയ്യുന്നത്? സാധനങ്ങൾ നമുക്ക് റൈറ്റ് ടൈപ്പ് ഓഫ് ഗുഡ്സ്, ശരിയായിട്ടുള്ള സാധനങ്ങൾ ശരിയായിട്ടുള്ള വ്യക്തികളുടെ അടുക്ക, അതേപോലെ തന്നെ ശരിയായ സമയത്ത് ശരിയായ വിലയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് എന്ത് പറയുന്നത്? കൊമേഴ്സ് എന്ന് പറയുന്നത്. കൊമേഴ്സ് ഇൻക്ലൂഡ് ട്രേഡ് ആൻഡ് എയ്ഡ്സ് ടു ട്രേഡ്. അതായത് കച്ചവടത്തെയും കച്ചവടത്തെ സഹായിക്കുന്ന ഘടകങ്ങളെയുമാണ് നമ്മൾ എന്ത് പറയുന്നത്? കൊമേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൊമേഴ്സിനെ നമ്മൾ പറഞ്ഞു, കൊമേഴ്സ് എന്നുള്ളതിൽ ട്രേഡ് ഉണ്ട്, കച്ചവടമുണ്ട്, എയ്ഡ്സ് ടു ട്രേഡ്, കച്ചവടത്തെ സഹായിക്കുന്ന ഘടകങ്ങളുണ്ട്. ഡെഫിനിഷൻ നോക്കാം. The sum total of all those activities which are involved in the removal of hindrances in the process of exchange of goods. ഇവിടെ എന്ത് പറയുന്നത്? അതായത് സം ടോട്ടൽ ഓഫ് ആക്ടിവിറ്റീസ്, ഒരു കൂട്ടം പ്രവർത്തനങ്ങളാണ്. അത് എന്തിനു സഹായിക്കുന്നു? വിച്ച് ആർ ഇൻവോൾവ്ഡ് ഇൻ ദ റിമൂവൽ ഓഫ് ഹിൻഡ്രൻസസ്. ഹിൻഡ്രൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടസ്സങ്ങളെ നമ്മൾക്ക് ഒഴിവാക്കാനായിട്ട്, മാറ്റാനായിട്ട് സഹായിക്കുന്ന ഒരു കൂട്ടം പ്രവർത്തനങ്ങളെയാണ് എന്ത് പറയുന്നത്? കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇൻ ദ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്, അതായത് നമുക്ക് സാധനങ്ങളെ കൈമാറ്റം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒത്തിരി തടസ്സങ്ങളെ മാറ്റാനായിട്ട് സഹായിക്കുന്ന ഒരു കൂട്ടം പ്രവർത്തനങ്ങളെയാണ് കൊമേഴ്സ് അഥവാ വാണിജ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സ്. കൊമേഴ്സിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ദ റിമൂവൽ ഓഫ് ഹിൻഡ്രൻസസ് ഓഫ് എ പേഴ്സൺ. അതായത് വ്യക്തി എന്ന തടസ്സത്തെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുന്നു. ഇറ്റ് റെഫേഴ്സ് ടു ദ ലാക്ക് ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ദ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ദ കസ്റ്റമേഴ്സ്. അതായത് ഇവിടെ പ്രൊഡ്യൂസേഴ്സും കസ്റ്റമേഴ്സും തമ്മിൽ ഒരു കോണ്ടാക്ട് ഇല്ലാതിരിക്കുമ്പോഴാണ് അവിടെ എന്ത് വരുന്നത്? വ്യക്തി എന്ന് പറയുന്ന ഒരു ഹിൻഡ്രൻസ്, തടസ്സം വരുന്നത്. ഇവിടെ ട്രേഡർ ആക്ട് ആസ് ഇന്റർമീഡിയറി among the customers and are able to find the product which are they wanted from the market. അതായത് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? പ്രൊഡ്യൂസറാണ്. നമുക്ക് എത്തേണ്ടത് ആർക്കാണ്? കസ്റ്റമേഴ്സിനാണ്, ഉപഭോക്താവിന്റെ അടുത്തേക്ക് ഈ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളെ നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കണം. അപ്പോ ഈ കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ പ്രൊഡ്യൂസേഴ്സിന് സാധനങ്ങൾ കൊണ്ടെത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമ്മൾ എന്താണ്? അവിടെ ട്രേഡർ, കച്ചവടക്കാരനാണ് ഒരു ഇടനിലക്കാരനായിട്ട്, ഇന്റർമീഡിയറി ആയിട്ട്, അവിടെ ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? കച്ചവടക്കാരനാണ്. among them and customers are able to find out products. അതുമൂലം കസ്റ്റമേഴ്സിന്, ഉപഭോക്താക്കൾക്ക് അവർക്ക് തിരഞ്ഞെടുക്കാം, നമുക്ക് പ്രൊഡക്ട്സുകൾ തിരഞ്ഞെടുക്കാം, which they have wanted from the market. മാർക്കറ്റിൽ നിന്ന് ഏതെല്ലാം പ്രൊഡക്ട്സുകൾ വേണോ
അത് തിരഞ്ഞെടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സഹായി കൂടിയാണ് ട്രേഡർ. അപ്പൊ കസ്റ്റമേഴ്സിന്റെ ഇടയിലും അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സിന്റെ ഇടയിലും ഒരു ഇടനിലക്കാരനായിട്ട് ഒരു മധ്യവർത്തിയായിട്ട് വർത്തിക്കുന്ന ഒരു വ്യക്തിനെയാണ് നമ്മുടെ ട്രേഡർ എന്ന് പറയുക. അപ്പോൾ ഹിൻഡ്രൻസ് പേഴ്സൺ എന്ന് പറയുന്ന ഒരു ഹിൻഡ്രൻസ് ഇല്ലാതാകുന്നത് ട്രേഡർ വന്നതോടുകൂടിയാണ്. ഓക്കെ, പ്രൊഡ്യൂസേഴ്സിനും കസ്റ്റമേഴ്സിനും ഇടയിൽ ഒരു ഇടനിലക്കാരനായിട്ട് വർത്തിക്കുന്നത് ഇവിടെ ട്രേഡർ ആണ്. അതുകൊണ്ട് പേഴ്സൺ എന്ന് പറയുന്ന ലാക്ക് ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ്, അതായത് നമുക്കൊരു പ്രൊഡ്യൂസേഴ്സും കസ്റ്റമേഴ്സും തമ്മിലുള്ള ഒരു കോണ്ടാക്ട് നിലനിർത്താനായിട്ട് സാധിക്കുന്നത് ട്രേഡർ മുഖാന്തരമാണ്. ആ ഒരു ഹിൻഡ്രൻസസ് തടസ്സമില്ലാതാക്കുന്നത് ട്രേഡർ മുഖാന്തരമാണ്. റിമൂവൽ ഓഫ് ഹിൻഡ്രൻസസ് ഓഫ് പ്ലേസ്, സ്ഥലം എന്ന തടസ്സത്തെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുന്നു. പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ് ആർ ഇൻ ഡിസ്റ്റന്റ് പ്ലേസസ്, അതായത് പ്രൊഡ്യൂസേഴ്സും കസ്റ്റമേഴ്സും, അതായത് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വ്യക്തിയും ഗുഡ്സ് നിർമ്മിക്കുന്ന വ്യക്തിയും കസ്റ്റമേഴ്സ് ഉപഭോക്താവും രണ്ട് ദൂരെയുള്ള പ്ലേസിലായിരിക്കാം. Hence, the commodities should be transferred from production center to the customers. ഈ കമ്മോഡിറ്റീസ് സാധനങ്ങൾ നമുക്ക് പ്രൊഡക്ഷൻ സെന്ററിൽ നിന്നും ഉപഭോക്താക്കളുടെ അടുത്തേക്ക് കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. This problem can be solved by the system of commerce by means of transport, packing and insurance. ഈ ഒരു പ്രോബ്ലം നമുക്ക് സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാനായിട്ട്, അതായത് പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്ത് നിന്നും സാധനങ്ങൾ കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു മാർഗ്ഗമാണ് ഇത് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്, ഗതാഗത സൗകര്യം. അതുപോലെ തന്നെ പാക്കിംഗ്, ഇൻഷുറൻസ്, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് സാധ്യമാവുന്നത് എങ്ങനെയാണ്? ട്രാൻസ്പോർട്ട് വഴിയാണ്. അപ്പോൾ പ്ലേസ് എന്ന് പറയുന്ന ഹിൻഡ്രൻസസിനെ നമുക്ക് ഇല്ലാതാക്കാൻ സഹായിക്കുന്നത് ഏതാണ്? ട്രാൻസ്പോർട്ടേഷൻ കൊണ്ടാണ്. ഗതാഗത സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എത്ര അകലെയാണെങ്കിലും സാധനങ്ങൾ എത്തിക്കേണ്ട സ്ഥലത്ത് നമുക്ക് എത്തിക്കേണ്ട വ്യക്തികളുടെ കയ്യിൽ എത്തിക്കാനായിട്ട് സാധിക്കുന്നു. അടുത്ത ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത് റിമൂവൽ ഓഫ് ഹിൻഡ്രൻസ് ഓഫ് റിസ്ക്, നഷ്ടസാധ്യതയെ നമുക്ക് എങ്ങനെ ഇല്ലാതാക്കാൻ സാധിക്കുന്നു. ഗുഡ്സ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ബിസിനസ് ആർ സബ്ജക്ട് ടു വേരിയസ് റിസ്ക് സച്ച് ആസ് ഫയർ, തെഫ്റ്റ്, ഡാമേജ്. അല്ലെ, നമുക്ക് പലതരത്തിലുള്ള റിസ്കുകൾ, നഷ്ടസാധ്യത ബിസിനസ്സിൽ ഉണ്ടാവാം. തീപിടുത്തം ഉണ്ടാവാം, മോഷണം ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കേടുപാടുകൾ ഗുഡ്സിന് സംഭവിക്കാം. They can be protected by insurance. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്നത് ഇതിൽ നിന്നാണ്? ഇൻഷുറൻസ് എടുത്തിട്ടാണ്. ഓക്കെ, അപ്പൊ ഇൻഷുറൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള റിസ്ക്, നഷ്ടസാധ്യതയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? നമുക്ക് എന്താണ് ഒരു റിമൂവൽ, അല്ലെങ്കിൽ ആ ഒരു തടസ്സത്തെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നു. നഷ്ടസാധ്യത കുറയ്ക്കാനായിട്ട് നമുക്ക് ഇൻഷുറൻസ് കൊണ്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് ഇതെല്ലാം അൺപ്രഡിക്റ്റബിൾ ആണ്, നമുക്ക് എപ്പോൾ സംഭവിക്കും എന്ന് പറയാൻ പറ്റില്ല. അല്ലെ, ഫയർ ആയാലും തെഫ്റ്റ് ആയാലും ഡാമേജ് ആയാലും സംഭവിക്കാം. അല്ലെ, ഗുഡ്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഗുഡ്സ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്തോ അങ്ങനെ പല സ്ഥലങ്ങളിലും നമുക്ക് ഇങ്ങനെയുള്ള അപകട സാധ്യതകൾ സംഭവിക്കാം, അതായത് നഷ്ടസാധ്യത സംഭവിക്കാം. അപ്പൊ ഇതിനെല്ലാം നമുക്ക് മറികടക്കാനായിട്ട് നമുക്ക് സഹായിക്കുന്ന ഒരു ഘടകമാണ് അല്ലെങ്കിൽ ഒരു ധർമ്മമാണ് എന്താ? ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ റിസ്ക് എന്ന് പറയുന്ന ഒരു തടസ്സത്തെ മാറ്റാൻ സഹായിക്കുന്ന ഒന്നാണ് ഇൻഷുറൻസ്. അടുത്തത് റിമൂവൽ ഓഫ് ഹിൻഡ്രൻസ് ഓഫ് ടൈം, സമയം എന്നുള്ള ഒരു തടസ്സത്തെ നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാം? There may be gap between production and consumption as the production is carried out in anticipation of future demand. അതായത് നമുക്കറിയാം പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ, അതായത് പ്രൊഡക്ഷൻ നിർമ്മാണവും അതുപോലെ തന്നെ കൺസംഷൻ ഉപയോഗവും എന്ന് പറയുന്നത് അതിന്റെ ഇടയിൽ തന്നെ ഒരു ചെറിയ ഒരു ഗ്യാപ്പ് നമുക്ക് കാണാം. അതല്ലേ, ഇത് നമ്മൾ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിന് ഉപഭോക്താക്കൾ അത് കൺസ്യൂം ചെയ്യണം. അപ്പൊ അതിന്റെ ഇടയിലുള്ള സമയത്ത് നമുക്ക് ഈ ഗുഡ്സിനെ നമുക്ക് എന്ത് ചെയ്യാം? The production is carried out anticipation of future demand. പ്രൊഡക്ഷൻ നമ്മൾ എങ്ങനെയാണ്? പ്രൊഡക്ഷൻ നമ്മളിപ്പോ കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തു, അപ്പൊ നമ്മൾ പോയി പ്രൊഡ്യൂസ് ചെയ്യല്ല ചെയ്യുന്നത്. കാരണം എന്താണ്? നമ്മളൊരു ആന്റിസിപ്പേഷൻ ഓഫ് ഫ്യൂച്ചർ ഡിമാൻഡ്, നമ്മളൊരു ആന്റിസിപ്പേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മളിങ്ങനെ ഊഹിക്കുകയാണ്, നമ്മുടെ ഫ്യൂച്ചർ ഡിമാൻഡ്, ഇത്രയും കസ്റ്റമേഴ്സിന് ഇത്രയും പ്രൊഡക്റ്റുകൾ ഭാവിയിൽ ആവശ്യം വരാം എന്നത് ആലോചിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് ഇത്രയും പ്രൊഡക്ട്സുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ സോപ്പ് എടുക്കുകയാണെങ്കിൽ സോപ്പ് ഇത്രയും ആവശ്യം വരാം കസ്റ്റമേഴ്സിന്, ഏകദേശം ഇത്ര സോപ്പിന്റെ ഡിമാൻഡ് വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ കേക്ക് ആണെങ്കിൽ ഇത്രയും കേക്ക് ഡിമാൻഡ് വരാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് ഈ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് കൺസംഷൻ, അതായത് ഉപഭോക്താക്കൾ ഉപയോഗിക്കുന്നത് വരെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്യേണ്ടതായിട്ടുണ്ട്.
Therefore, it becomes necessary to store goods until they are sold. അതായത് ഗുഡ്സ് വിൽക്കുന്നത് വരെ നമുക്ക് ഇത് എന്ത് ചെയ്യണം, ഇത് സ്റ്റോർ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. This problem can be solved by warehousing. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത് ഇതുവഴിയാണ്, വെയർഹൗസിംഗ് വഴിയാണ്. സംഭരണ ശാലകൾ വഴി നമുക്ക് ഗുഡ്സിന്റെ സ്റ്റോറേജ് പ്രശ്നം നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും അല്ലെ. ഗുഡ്സ് നമുക്ക് എങ്ങനെ സ്റ്റോർ ചെയ്യണം, ഗുഡ്സിന്റെ സ്റ്റോറേജ് പ്രോബ്ലംസ് നമുക്ക് പരിഹരിക്കാനായിട്ട് ഒരു പരിധി വരെ നമുക്ക് ഇതുകൊണ്ട് സഹായിക്കുന്നുണ്ട്, വെയർഹൗസിംഗ് കൊണ്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ സംഭരണശാലകൾ വഴി നമുക്ക് ഗുഡ്സ് നമുക്ക് സൂക്ഷിച്ചു വെച്ചുകൊണ്ട്, അതായത് സ്റ്റോർ ചെയ്ത് വെച്ചുകൊണ്ട് ആവശ്യമുള്ള കസ്റ്റമേഴ്സിന് നമുക്ക് അവർക്ക് ആവശ്യമുള്ള സമയത്ത് തന്നെ ഗുഡ്സ് എത്തിച്ചു കൊടുക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് വെയർഹൗസിംഗ് എന്ന് പറയുന്നത്. അത് എന്ത് തടസ്സത്തെയാണ് നീക്കുന്നത്? സമയം എന്ന് പറയുന്ന തടസ്സത്തെ നീക്കാനായിട്ട് സഹായിക്കുന്നു. റിമൂവൽ ഓഫ് ഹിൻഡ്രൻസ് ഓഫ് നോളേജ്. അറിവ് എന്ന തടസ്സത്തെ നമുക്ക് ഇല്ലാതാക്കാം. Knowledge of customers about the products and services offered by business organization is a major problem in business. അതായത് നോളേജ്, അറിവില്ലായ്മ എന്നുള്ളത് എന്താണ്, ഒരു തടസ്സമാണ്. നമുക്ക് പല കാര്യങ്ങളും അറിവ് വേണം അല്ലെ. Knowledge of customers about the products and services offered by business organization is a major problem in business. പല പ്രൊഡക്റ്റുകളും നല്ല പ്രൊഡക്റ്റുകളും മാർക്കറ്റിൽ അവൈലബിൾ ആവാം, പക്ഷെ ഇത് പല കസ്റ്റമേഴ്സിനും ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിവ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റിനെ കുറിച്ച് അറിവ് ഉണ്ടാവാനായിട്ട് നമ്മൾ എന്ത് നൽകേണ്ടി വരും? അഡ്വർടൈസിംഗ് ഹെൽപ്സ് റിമൂവൽ ഹിൻഡ്രൻസ് ഓഫ് നോളേജ് അമംഗ് ദ കസ്റ്റമേഴ്സ്. അപ്പോൾ അറിവ് എന്നുള്ള തടസ്സത്തെ അല്ലെങ്കിൽ നോളേജ് നമുക്ക് ഇല്ലാതിരിക്കുന്ന ഒരു തടസ്സത്തെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് ഈ അഡ്വർടൈസിംഗ് കൊണ്ട്, പരസ്യം കൊണ്ട് നമുക്ക് സാധിക്കുന്നു. അപ്പൊ പരസ്യം മൂലം നമുക്ക് എന്ത് ചെയ്യാം? പരസ്യം മൂലം നമുക്ക് കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റിനെ കുറിച്ചും ഒരു പർട്ടിക്കുലർ ബിസിനസ് ഓർഗനൈസേഷന്റെ പ്രൊഡക്ട്സുകളെ കുറിച്ചും സാധനങ്ങളെ കുറിച്ചും അവർ നൽകുന്ന സേവനങ്ങളെ കുറിച്ചും ഒരു കറക്റ്റ് അറിവ് കൊടുക്കാനായിട്ട് അഡ്വർടൈസിംഗ് കൊണ്ട് സാധിക്കുന്നു. നമുക്കറിയാം, പല അഡ്വർടൈസിങ്ങുകളും കണ്ടിട്ടാണ് പലരും ആ പ്രൊഡക്റ്റ് തന്നെ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങാനായിട്ട് ആ പേര് പറഞ്ഞ് ആ പ്രൊഡക്റ്റ് വാങ്ങുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഇങ്ങനെയുള്ള ചിലരെന്താണ്, അഡ്വർടൈസിങ് കാണുമ്പോഴാണ് നമുക്ക് ആ പ്രൊഡക്റ്റിനെ കുറിച്ച്, ആ പ്രൊഡക്റ്റ് ഒന്ന് വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി നല്ലതാണ് എന്ന് ആലോചിച്ചുകൊണ്ട് ആ അഡ്വർടൈസിങ്, ആ പരസ്യം കണ്ടതിന് ശേഷം അവർ ആ പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതിനെല്ലാം അങ്ങനെയുള്ള ഒരു അറിവ് കസ്റ്റമേഴ്സിന്, ഉപഭോക്താക്കൾക്ക് എത്തിച്ചു കൊടുക്കുന്നത് ഏത് വഴിയാണ്? ഇങ്ങനെയുള്ള അഡ്വർടൈസിങ് വഴിയാണ്. അപ്പോൾ നോളേജ് എന്ന് പറയുന്ന, അറിവ് എന്ന് പറയുന്ന തടസ്സത്തെ നീക്കാനായിട്ട് റിമൂവൽ ഓഫ് ഹിൻഡ്രൻസ് ഓഫ് നോളേജ്, അറിവില്ലായ്മ കൊണ്ട് ഉണ്ടാകുന്ന കാര്യങ്ങളെ മാറ്റാനായിട്ട് നമുക്ക് അഡ്വർടൈസിംഗ് കൊണ്ട് സാധിക്കുന്നു. അടുത്തതാണ് റിമൂവൽ ഓഫ് ഹിൻഡ്രൻസ് ഓഫ് ഫിനാൻസ്. സാമ്പത്തികം അല്ലെ. നമുക്ക് ഒരു ബിസിനസ് സ്ഥാപനത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് എന്താണ്? ഫിനാൻസ് എന്ന് പറയുന്നത്. The problem of finance can be handled by banks which form part of commerce. വാണിജ്യത്തിലെ ഏറ്റവും പ്രധാന ഘടകമാണ് ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ്? ബാങ്കുകളാണ്. It will also help businessmen to exchange money between different persons at different places. ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നത്? മണി, അതായത് ബിസിനസ്മാൻ എന്ത് ചെയ്യുന്നു? എക്സ്ചേഞ്ച് ചെയ്യാണ് മണി ബിറ്റ്വീൻ ഡിഫറെന്റ് പേഴ്സൺസ്. പല തരത്തിലുള്ള ആളുകൾക്ക് പല സ്ഥലത്തിരുന്നു കൊണ്ട് എന്ത് ചെയ്യുന്നു? It also helped businessman exchange of money between different persons at different places. ബിസിനസ്മാന് പലതരത്തിലുള്ള ആളുകൾക്ക് പലതരത്തിലുള്ള സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് തന്നെ അവർക്ക് പണം കൈമാറ്റം ചെയ്യാനായിട്ടും സാധിക്കുന്ന ഒന്നാണ് എന്ത്? ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ബാങ്ക് അതിൽ വലിയൊരു ഫാക്ടർ ആയിട്ട് അല്ലെങ്കിൽ വലിയൊരു ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ബാങ്ക്. അപ്പൊ ബാങ്ക് മൂലം നമുക്ക് ഫിനാൻസ് എന്ന് പറയുന്ന ഈ തടസ്സത്തെ നമുക്ക് നീക്കാനായിട്ട് സാധിക്കുന്നു. അതുകൂടാതെ ബിസിനസ്മാന് ഏത് സ്ഥലത്ത് അവർക്ക് ഇരുന്നു കൊണ്ടും ഏത് പേഴ്സൺസിനായാലും അവർക്ക് പൈസ കൈമാറാനായിട്ട് സഹായിക്കാനായിട്ടും ബാങ്ക് തയ്യാറാവുന്നുണ്ട്. നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സിനെ കുറിച്ചായിരുന്നു, വാണിജ്യത്തിന്റെ ധർമ്മങ്ങളെ കുറിച്ചായിരുന്നു. ഫസ്റ്റ് ആണ് റിമൂവൽ ഓഫ് ഹിൻഡ്രൻസ് ഓഫ് പേഴ്സൺ. വ്യക്തി എന്ന തടസ്സത്തെ നമുക്ക് ട്രേഡർ എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ട് നമുക്ക് നീക്കാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞു. റിമൂവൽ ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ്. പ്ലേസ് എന്ന് പറയുന്ന
തടസ്സത്തെ നമുക്ക് എന്ത് ചെയ്യാം? ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നീക്കാനായിട്ട് സാധിക്കും. റിമൂവൽ ഓഫ് ഹിൻഡ്രൻസ് ഓഫ് റിസ്ക്. റിസ്ക് എന്ന് പറയുന്ന നഷ്ടസാധ്യതയെ നമുക്ക് എങ്ങനെ നീക്കാം? ഇൻഷുറൻസ് കൊണ്ട് നമുക്ക് നീക്കാൻ സാധിക്കും. റിമൂവൽ ഓഫ് ഹിൻഡ്രൻസ് ഓഫ് ടൈം. അതായത് സമയത്തെ നമുക്ക് എങ്ങനെ നീക്കാനായിട്ട് സാധിക്കും? നമുക്ക് വെയർ ഹൗസിങ്, സാധനങ്ങൾ കൃത്യമായ സ്ഥലത്ത് സ്റ്റോർ ചെയ്തുകൊണ്ട് നമുക്ക് കൃത്യമായ സ്ഥലത്ത് എത്തിച്ചുകൊണ്ട് നമുക്ക് നീക്കാം. റിമൂവൽ ഓഫ് ഹിൻഡ്രൻസ് ഓഫ് നോളേജ്. നോളേജ്, അറിവ് എന്നുള്ള തടസ്സത്തെ, അറിവില്ലായ്മ എന്നുള്ള തടസ്സത്തെ നമുക്ക് എങ്ങനെ മാറ്റാം? അഡ്വർടൈസിങ് കൊണ്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. ദെൻ റിമൂവൽ ഓഫ് ഹിൻഡ്രൻസ് ഓഫ് ഫിനാൻസ്. ബാങ്കിന്റെ സേവനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫിനാൻസിന്റെ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വരുന്ന തടസ്സത്തെ നീക്കാനായിട്ടും സാധിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് കൊമേഴ്സിന്റെ, വാണിജ്യത്തിന്റെ ഫങ്ഷൻസ്, ധർമ്മങ്ങളായിട്ട് പറയുന്നത്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് മേക്ക് ഇൻ ഇന്ത്യ. കൊമേഴ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ് മേക്ക് ഇൻ ഇന്ത്യ. നമുക്ക് നോക്കാം എന്താണ് മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ളത്. It is an initiative launched by the Government of India on 25th September 2014 to encourage national and multinational companies to manufacture their products in India. ഈ ഒരു ഇനിഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്, തുടങ്ങിയിട്ടുള്ളത് ആരാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ്. 25th സെപ്റ്റംബർ 2014 ഈ സംരംഭം തുടങ്ങിയിട്ടുള്ളത്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്, ഇത് എൻകറേജ് ചെയ്യുന്നത് നാഷണൽ ആൻഡ് മൾട്ടിനാഷണൽ കമ്പനീസിനെയാണ്. അപ്പോൾ ദേശീയ, അന്തർദേശീയ കമ്പനീസിനെയാണ് ഇത് എന്ത് ചെയ്യുന്നത്? അത് എൻകറേജ് ചെയ്യുന്നത്, പ്രോത്സാഹിപ്പിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ടു മാനുഫാക്ചർ ദയർ പ്രൊഡക്ട്സ് ഇൻ ഇന്ത്യ. അവരുടെ പ്രൊഡക്ട്സ് നമ്മുടെ രാജ്യത്ത് മാനുഫാക്ചർ ചെയ്യാനായിട്ട്, നിർമ്മിക്കാനായിട്ട് തുടങ്ങിയ ഒരു ഇനിഷ്യേറ്റീവ് ആണ് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നാഷണൽ മൾട്ടിനാഷണൽ കമ്പനീസിനെ അവരുടെ പ്രൊഡക്റ്റ് ഇന്ത്യയിൽ തുടങ്ങാനായിട്ട് ഉള്ള ഒരു എൻകറേജ്മെന്റ്, പ്രോത്സാഹനം നൽകുന്ന ഒരു സംരംഭമാണ് മേക്ക് ഇൻ ഇന്ത്യ. Its major objective are job creation and skill enhancement. ജോബ് ക്രിയേഷൻ, അതായത് ജോലി സൃഷ്ടിക്കല്, അതുപോലെ തന്നെ സ്കിൽ എൻഹാൻസ്മെന്റ്, നമുക്ക് കഴിവുകൾ കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യാനുള്ള, അതായത് കൂട്ടാനുള്ള ഒരുപാട് ഏരിയാസ് ഡെവലപ്പ് ചെയ്യുക. ഇൻ 25 സെക്ടേഴ്സ് ഓഫ് ദി ഇക്കണോമി, അതായത് 25 ഏരിയാസിൽ ഈ രീതിയിലുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം കൂടിയാണ് ഈ മേക്ക് ഇൻ ഇന്ത്യ വഴി കിട്ടുന്നത്. സം ഓഫ് ദം ആർ ഓട്ടോമൊബൈൽ, aviation, ബയോടെക്നോളജി, കെമിക്കൽസ്, കൺസ്ട്രക്ഷൻ, ഡിഫൻസ്, ഇലക്ട്രിക്കൽ, മെഷീനറി, ഫുഡ് പ്രോസസ്സിംഗ്, IT, ഓയിൽ ആൻഡ് ഗ്യാസ്, മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ്സ്, മൈനിങ്, റെയിൽവേസ്. അപ്പൊ ഇങ്ങനെയുള്ള ഏരിയാസിൽ എന്താണ് അവരുടെ സ്കിൽ എൻഹാൻസ് ചെയ്യാനും അതുപോലെ തന്നെ അതോടൊപ്പം ജോബ് ക്രിയേഷനും കൂടിയുള്ള അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് നമ്മൾ കൊമേഴ്സിനെ കുറിച്ചാണ് ഇത്ര നേരം ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രേഡിനെ കുറിച്ചാണ്. എന്താണ് ട്രേഡ്? നമ്മൾ പറഞ്ഞു കൊമേഴ്സിലുള്ള 2 ഫാക്ടേഴ്സ് ആണ് ട്രേഡും എയ്ഡ്സ് ടു ട്രേഡും. അല്ലെ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കച്ചവടമാണ് ട്രേഡ്. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് വിച്ച് ഇൻവോൾവ്സ് ദ എക്സ്ചേഞ്ച് ഓഫ് കമ്മോഡിറ്റി ഫോർ മണി ഓർ മണീസ് വർത്ത്. അതായത് പണത്തിനോ അല്ലെങ്കിൽ പണത്തിന്റെ മൂല്യം വരുന്ന എന്തെങ്കിലും പകരമായിട്ട് നമ്മൾ എക്സ്ചേഞ്ച് എന്ത് ചെയ്യുന്നു? ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ വിൽക്കലും വാങ്ങലും നടത്തുന്ന ആ ഒരു കൈമാറ്റ പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? കച്ചവടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ്, അവിടെ വിൽക്കലും വാങ്ങലും ഉണ്ട് സാധനങ്ങളുടെ. വിച്ച് ഇൻവോൾവ്സ് എക്സ്ചേഞ്ച് ഓഫ് കമ്മോഡിറ്റീസ്, അവര് സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഫോർ മണി, പൈസയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പൈസയുടെ അതേപോലെയുള്ള എന്തെങ്കിലും മൂല്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന ആ ഒരു കൈമാറ്റ പ്രക്രിയയ്ക്കാണ് എന്ത് പറയുന്നത്? ട്രേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടൈപ്സ് ഓഫ് ട്രേഡില് 2 തരത്തിലുള്ള ട്രേഡുകൾ ഉണ്ട്. ഒന്ന് ഹോം ട്രേഡ്. ഹോം ട്രേഡ് എന്ന് പറയുന്നത് എന്താണ്? ഹോം ട്രേഡ്, ആഭ്യന്തര കച്ചവടം. മറ്റൊന്ന് ഫോറിൻ ട്രേഡ്, വിദേശ കച്ചവടം. അപ്പൊ ഹോം ട്രേഡ് അഥവാ നമുക്ക് ഇന്റേണൽ ട്രേഡ് എന്ന് വിളിക്കാം. ദെൻ ഫോറിൻ ട്രേഡ്, എക്സ്റ്റേണൽ ട്രേഡ് അഥവാ നമുക്ക് എന്ത് വിളിക്കാം? ഫോറിൻ ട്രേഡ് എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ ഹോം ട്രേഡും ഫോറിൻ ട്രേഡ് ആണ് 2 തരത്തിലുള്ള ട്രേഡിന്റെ എന്താണ് വിവിധ തരം ട്രേഡ്, കച്ചവടങ്ങളെ നമ്മൾ 2 തരത്തിൽ തിരിക്കുന്നതാണ് ഹോം ട്രേഡ് ആൻഡ് ഫോറിൻ ട്രേഡ്. ടൈപ്സ് ഓഫ് ട്രേഡില് ഫസ്റ്റ് വൺ ആണ് ഹോം ട്രേഡ്. ഹോം ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു ആഭ്യന്തര കച്ചവടം. ഓക്കെ,
ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡൊമസ്റ്റിക് ട്രേഡ് ഓർ ഇന്റേണൽ ട്രേഡ്. മറ്റൊരു പേരാണ് ഡൊമസ്റ്റിക് ട്രേഡ് എന്നും നമ്മൾ അതിനെ ഇന്റേണൽ ട്രേഡ് എന്നും നമ്മൾ ഇതിനെ ഹോം ട്രേഡിനെ നമ്മൾ വിളിക്കാറുണ്ട്. അപ്പൊ ഹോം ട്രേഡിന്റെ മറ്റൊരു പേരാണ് ഡൊമസ്റ്റിക് ട്രേഡ് അഥവാ ഇന്റേണൽ ട്രേഡ്, ആഭ്യന്തര കച്ചവടം തന്നെയാണ് പറയുക. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് വിത്തിൻ ദ കൺട്രി ആൻഡ് ബോത്ത് ദ ബയർ ആൻഡ് സെല്ലർ ഷുഡ് ബി ബിലോങ് ദ സെയിം നേഷൻ. ബൈയിങ്ങും സെല്ലിങ്ങും വിൽക്കലും വാങ്ങലും രാജ്യത്തിന്റെ ഉള്ളിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത്. അതുകൂടാതെ ബയർ ആയാലും സെല്ലർ ആയാലും അവര് സെയിം നേഷൻ, അതായത് സെയിം രാജ്യത്തുള്ള ഒരേ രാജ്യത്തുള്ള ആളുകൾ തന്നെയാണ് വിൽക്കലും വാങ്ങലും നടത്തുന്നത്. ഇത് ഈ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഈ ബൈയിങ് പ്രോസസ്സ് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രോസസ്സ് നടക്കുന്നത് നമ്മുടെ രാജ്യത്ത് വെച്ച് തന്നെയാണ്. അങ്ങനെയുള്ള ട്രേഡിനെയാണ് നമ്മൾ ഹോം ട്രേഡ് എന്ന് വിളിക്കുന്നത്. നമ്മള് ഹോം ട്രേഡിനെ വീണ്ടും രണ്ടായി തരംതിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു രണ്ട് തരത്തിലുള്ള ട്രേഡാണുള്ളത്, ഹോം ട്രേഡും ഫോറിൻ ട്രേഡും. അപ്പൊ ഹോം ട്രേഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് ഹോം ട്രേഡിനെ വീണ്ടും രണ്ടായി തരംതിരിക്കുകയാണ്, ഹോൾസെയിൽ ട്രേഡ് ആൻഡ് റീറ്റെയിൽ ട്രേഡ്. ഹോൾസെയിൽ ട്രേഡ് എന്ന് പറയുന്നത് മൊത്ത കച്ചവടം, റീറ്റെയിൽ ട്രേഡ് ചില്ലറ കച്ചവടമാണ്. ഹോൾസെയിൽ ട്രേഡ് ആൻഡ് റീറ്റെയിൽ ട്രേഡ്. അതിൽ നമുക്ക് നോക്കാം എന്താണ് ഹോൾസെയിൽ ട്രേഡ് അല്ലെങ്കിൽ മൊത്ത കച്ചവടം. നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, ഹോൾസെയിൽ ആയിട്ട് നമുക്ക് മൊത്തമായും ചില്ലറയായിട്ടും ഉൽപ്പന്നങ്ങൾ ലഭിക്കുമെന്ന് പറഞ്ഞിട്ട് പല ഷോപ്പുകളുടെയും മുകളിൽ എഴുതി വെച്ചിരുന്നതായിട്ട് കാണാം. അതിൽ എന്താണ് അപ്പൊ ഹോൾസെയിൽ ട്രേഡ് എന്ന് നമുക്ക് നോക്കാം. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി, അതായത് ലാർജ് ക്വാണ്ടിറ്റി, വളരെയധികം കൂടുതൽ സാധനങ്ങൾ വൻതോതിൽ നമ്മൾ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നതിനെയാണ് എന്താ പറയാ wholesale trade എന്ന് പറയുക. A wholesaler buy goods directly from the producers and sell them to the retailers. അവരെന്ത് ചെയ്യുന്നു? ഹോൾസെയിലർ buys directly from the producers. ഹോൾസെയിലർ എന്ത് ചെയ്യും? നമ്മുടെ പ്രൊഡ്യൂസേഴ്സിന്റെ കയ്യിൽ നിന്ന്, നിർമ്മാതാക്കളുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് അവര് ഗുഡ്സ് വാങ്ങിയിട്ട് അവരെന്ത് ചെയ്യുന്നു? സെൽ ദം ടു ദ റിറ്റെയിലേഴ്സ്, ചില്ലറ കച്ചവടക്കാർക്ക് അവര് വിൽക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു ഇടനിലക്കാരനായിട്ടാണ് ഹോൾസെയിലർ ഇവിടെ നിലകൊള്ളുന്നത്. പ്രൊഡ്യൂസറുടെ ഇടയിലും റീറ്റെയിലറുടെ ഇടയിലും ഒരു ഇടനിലക്കാരനായിട്ടാണ് ഹോൾസെയിലർ ഇവിടെ പ്രവർത്തിക്കുക. ഈ മൊത്ത കച്ചവടക്കാരൻ എന്ത് ചെയ്യും? മൊത്ത കച്ചവടക്കാരൻ അവരുടെ ഗുഡ്സ് പ്രൊഡ്യൂസേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങി അത് റിറ്റെയിലേഴ്സിന് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അതായത് റിറ്റെയിലേഴ്സ് എന്ന് പറയുമ്പോൾ ചില്ലറ കച്ചവടക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെയാണ് റീറ്റെയിൽ ട്രേഡ്. റീറ്റെയിൽ ട്രേഡ് എന്ന് പറയുന്നത് ചില്ലറ കച്ചവടം. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഇൻ ഗുഡ്സ്, സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റി. നമ്മൾ പറഞ്ഞ ഹോൾസെയിൽ ട്രേഡില് വൻതോതിലായിരുന്നു സാധനങ്ങൾ വാങ്ങിയിരുന്നത്. എന്നാൽ ഇവിടെ ചില്ലറ കച്ചവടത്തില് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ്, ഇവിടെ ചെറിയ അളവിലെ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയുമാണ് ചെയ്യുന്നത്. A retailer trader buy goods from wholesalers and sell them to the customers. ഇവിടെ എന്ത് ചെയ്യും? ഒരു റീറ്റെയിലർ, ഒരു ചില്ലറ വ്യാപാരി ഹോൾസെയിലറുടെ കയ്യിൽ നിന്ന്, അതായത് മൊത്ത വ്യാപാരിയുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുകയും sell them to the customers, അത് ഉപഭോക്താക്കൾക്ക് എത്തിച്ചു കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരു മധ്യവർത്തിയായിട്ട് പ്രവർത്തിക്കുന്നത് റീറ്റെയിലർ ആണ്. ആരുടെ ഇടയിലൊക്കെയാണ്? ഹോൾസെയിലറുടെയും അതുപോലെ തന്നെ കസ്റ്റമറുടെയും ഇടയില് ഒരു ഇന്റർമീഡിയർ ആയിട്ട്, ഇടനിലക്കാരനായിട്ട് വർത്തിക്കുന്നത് ആരാണ്? ഇവിടെ റീറ്റെയിലർ ആണ്. അപ്പൊ റീറ്റെയിലർ ട്രേഡർ എന്ന് പറയുന്നത് അദ്ദേഹം ഹോൾസെയിലറുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ മൊത്തമായി വാങ്ങുകയും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? അത് കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ട്രേഡില് നമ്മൾ രണ്ട് തരത്തിലുള്ള ട്രേഡ് പറഞ്ഞു. ഒന്ന് ഡൊമസ്റ്റിക് ട്രേഡ്, ഇന്റേണൽ ട്രേഡ് അഥവാ ഹോം ട്രേഡിനെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തെയാണ് ഫോറിൻ ട്രേഡ്. അതിൽ നമ്മൾ ഹോം ട്രേഡിനെ തന്നെ രണ്ടായി തരംതിരിക്കുന്നു. ഹോൾസെയിൽ ട്രേഡും റീറ്റെയിൽ ട്രേഡും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്താണ് ഫോറിൻ ട്രേഡ്. വിദേശ കച്ചവടത്തെ നമ്മൾ മൂന്നായി വീണ്ടും തരംതിരിക്കുകയാണ്. എക്സ്പോർട്ട്, ഇമ്പോർട്ട്, ഓൺട്രിപ്പോ. അതായത് എക്സ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ്? കയറ്റുമതി കച്ചവടം. ഇറക്കുമതി കച്ചവടമാണ് ഇമ്പോർട്ട്. ഓൺട്രിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മളെ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനായിട്ട് വേണ്ടി സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഓൺട്രിപ്പോ കച്ചവടം എന്ന് പറയുന്നത്. അതിൽ നമ്മൾ പഠിച്ചിട്ട് പറയാം നമുക്ക് എന്താണ് ഫോറിൻ ട്രേഡ്. ഇറ്റ് ഓൾസോ നോൺ ആസ് എക്സ്റ്റേണൽ ട്രേഡ് ഓർ ഇന്റർനാഷണൽ ട്രേഡ്. ഇതിനെ ഫോറിൻ ട്രേഡിനെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് എക്സ്റ്റേണൽ ട്രേഡ് അഥവാ ഇന്റർനാഷണൽ ട്രേഡ് എന്നാണ് നമ്മൾ പറയുന്നത്. വിദേശ കച്ചവടമാണ്. ഒന്നോ രണ്ടോ രാജ്യങ്ങൾക്ക് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഇടനിലക്കാർക്കോ സാധനങ്ങൾ അവിടെ എത്തിച്ചു കൊടുക്കുകയും സേവനങ്ങളെ കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്ന ഒരു കച്ചവടത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോറിൻ ട്രേഡ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഇറ്റ് ഇൻവോൾവ്സ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ബിറ്റ്വീൻ പേഴ്സൺസ് ബിലോങ്ങിങ് ടു ടു ഓർ മോർ കൺട്രീസ്. അതായത് രണ്ടോ അതിലധികമോ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്കോ
ഇടയ്ക്കുള്ള സാധനങ്ങളും എന്ത് ചെയ്യുന്നു, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും കൈമാറ്റത്തെയാണ് എന്ത് പറയുന്നത്, നമ്മള് വിദേശ കച്ചവടം അഥവാ അന്താരാഷ്ട്ര കച്ചവടം, ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത്. വിദേശ കച്ചവടം അഥവാ ഇന്റർനാഷണൽ ട്രേഡ്, അന്താരാഷ്ട്ര കച്ചവടം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫോറിൻ ട്രേഡിനെ കുറിച്ചാണ്, വിദേശ കച്ചവടത്തെ കുറിച്ചാണ്. വിദേശ കച്ചവടത്തെ നമ്മൾ പറഞ്ഞു മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്: എക്സ്പോർട്ട്, ഇമ്പോർട്ട്, ഓൺ റിപ്പോർട്ട് എന്ന് പറഞ്ഞു. അതിൽ എക്സ്പോർട്ട് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. എക്സ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കയറ്റുമതി ചെയ്യുക. നമ്മുടെ ഇവിടെ അധികമായിട്ട് വരുന്ന അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ള സാധനങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് വിൽക്കുന്ന അല്ലെങ്കിൽ കയറ്റി അയക്കുന്ന ഒരു പ്രക്രിയക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, അല്ലെങ്കിൽ കച്ചവടത്തിനാണ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. എക്സ്പോർട്ട് ട്രേഡ് എന്താണ് പറയുക? കയറ്റുമതി കച്ചവടം അല്ലെ. വിദേശ രാജ്യങ്ങൾക്ക് സാധനങ്ങൾ വിൽക്കുന്നതിനെയാണ് കയറ്റുമതി കച്ചവടം എന്ന് പറയുന്നത്. അമേരിക്കയിലേക്ക് നമ്മൾ സോഫ്റ്റ്വെയർ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത്, നമ്മുടെ ഇവിടുത്തെ സോഫ്റ്റ്വെയർ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് നമ്മൾ വിൽക്കുന്നതിനെ നമുക്ക് എന്ത് പറയാം? എക്സ്പോർട്ട്, കയറ്റുമതി ചെയ്യാന്ന് പറയാം. അപ്പൊ ഇമ്പോർട്ട് എന്തായിരിക്കും? ഇമ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിദേശ രാജ്യങ്ങളിൽ നിന്ന് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ഫോറിൻ കൺട്രീസ്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നതിനെയാണ് നമ്മൾ ഇറക്കുമതി കച്ചവടം എന്ന് പറയുക. വിദേശ രാജ്യത്ത് നിന്നും സാധനങ്ങൾ വാങ്ങാണ്. ഉദാഹരണത്തിന് നമുക്ക് പറയാം, സിംഗപ്പൂരിൽ നിന്ന് നമ്മൾ കമ്പ്യൂട്ടർ വാങ്ങിക്കുന്നു. അതെന്താണ്? ഒരു വിദേശ കച്ചവടമാണ്. അതായത് വിദേശ കച്ചവടമാണ്, അതായത് ഇമ്പോർട്ട് ആണ്. സാധനങ്ങൾ വാങ്ങുകയാണ്. ഇമ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇറക്കുമതി ചെയ്യാണ്. മറ്റു രാജ്യത്ത് നിന്നും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനെ എന്ത് പറയും? ഇമ്പോർട്ട് എന്ന് പറയും. അടുത്താണ് ഓൺ റിപ്പോ. ഓൺ റിപ്പോ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. importing goods from one country for the purpose of exporting them to some other country. ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണ്, ഇംഗ്ലണ്ടിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ ഇന്ത്യയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇറക്കുമതി ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്നും സാധനങ്ങൾ നമ്മൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത് അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഉടനെ ഇന്ത്യയിൽ നിന്ന് നമ്മൾ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യാണ്. അപ്പൊ ഇവിടെ എന്ത് നടന്നു? ഇമ്പോർട്ടിംഗ് ഗുഡ്സ് ഫ്രം വൺ കൺട്രി. നമ്മൾ ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്തു, ഇറക്കുമതി ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു? ഫോർ ദ പർപ്പസ് ഓഫ് എക്സ്പോർട്ടിംഗ് ദം ടു സം അതർ കൺട്രീസ്. നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? അത് മറ്റു രാജ്യത്തേക്ക്, ഇപ്പൊ ചൈനയിലേക്ക് നമ്മൾ അതിനെ അപ്പൊ വാങ്ങിച്ച, ഇംഗ്ലണ്ടിൽ നിന്ന് വാങ്ങിച്ച ഇറക്കുമതി ചെയ്ത ഗുഡ്സ് ഇപ്പൊ ഇന്ത്യയിലുണ്ട്. ഈ ഇന്ത്യയിലുള്ള ഈ ഗുഡ്സ്, അതായത് ഇമ്പോർട്ട് ചെയ്ത ഈ ഗുഡ്സിനെ നമ്മൾ എവിടേക്ക് കയറ്റുമതി ചെയ്യുന്നു? ചൈനയിലേക്ക് നമ്മൾ കയറ്റി അയക്കുന്നു. അപ്പൊ അതിനെയാണ് നമ്മൾ ഇവിടെ പറയുന്നത് ഓൺ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരേ സമയം ഇറക്കുമതിയും അതുപോലെ തന്നെ കയറ്റുമതിയും വരുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ ഓൺ റിപ്പോ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ച് അത് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. എപ്പോഴും വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ് ഓൺ റിപ്പോർട്ട്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് ടൈപ്സ് ഓഫ് ട്രേഡ്, കച്ചവടത്തിന്റെ വിവിധ തരത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. രണ്ട് തരത്തിലുള്ള കച്ചവടങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഹോം ട്രേഡ് അഥവാ ഹോം ട്രേഡിന്റെ മറ്റൊരു പേരാണ് ഇന്റേണൽ ട്രേഡ് അഥവാ ഡൊമസ്റ്റിക് ട്രേഡ്, ആഭ്യന്തര കച്ചവടം. ആഭ്യന്തര കച്ചവടത്തെ നമ്മൾ വീണ്ടും രണ്ടായി തരംതിരിച്ചിരുന്നു: ഹോൾസെയിൽ ട്രേഡും റീറ്റെയിൽ ട്രേഡും. മൊത്ത വ്യാപാരവും ചില്ലറ വ്യാപാരവും. മൊത്ത വ്യാപാരത്തിൽ വൻതോതിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്? സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് മൊത്ത വ്യാപാരം എന്ന് പറയുന്നത്. റീറ്റെയിൽ ട്രേഡിൽ എന്താ ചെയ്യുന്നത്? താരതമ്യേന ചെറിയ അളവിൽ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് റീറ്റെയിൽ ട്രേഡ് എന്ന് പറയുക. ഓക്കെ, പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫോറിൻ ട്രേഡിനെ കുറിച്ചായിരുന്നു, വിദേശ കച്ചവടത്തെ കുറിച്ചായിരുന്നു. വിദേശ കച്ചവടത്തെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാൻ സാധിക്കും. എക്സ്പോർട്ട് ട്രേഡ്, എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? കയറ്റുമതി കച്ചവടം. ഇമ്പോർട്ട്, ഇറക്കുമതി കച്ചവടം. ഓൺ റിപ്പോ ട്രേഡ്. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അടുത്താണ് നമുക്ക് എയ്ഡ്സ് ടു ട്രേഡ്. ട്രേഡിനെ സഹായിക്കുന്ന ഘടകങ്ങളെ കുറിച്ചാണ് പറയുന്നത്. The activities which assist trade are called aids to trade or auxiliaries to trade. അതായത് ഇവിടെ ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങൾ, എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് which assist trade, ട്രേഡിനെ സഹായിക്കുന്നത്, അതിനെയാണ് aids to trade എന്ന് പറയുക, അല്ലെങ്കിൽ auxiliaries to trade എന്ന് പറയുന്നത്. aids to trade, കച്ചവടത്തിന് സഹായകമായിട്ടുള്ള സഹായകങ്ങൾ അല്ലെങ്കിൽ അനുബന്ധ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? Aids to trade include transport, banking, insurance, warehousing, advertising. അതായത് നമുക്ക് aids to trade ആയിട്ട് ട്രേഡിനെ, കച്ചവടത്തെ സഹായിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ട്രാൻസ്പോർട്ട്, ഗതാഗതം, ബാങ്കിങ്, ഇൻഷുറൻസ്, വെയർഹൗസിംഗ്, അഡ്വർടൈസിംഗ്, പരസ്യം, ബാങ്കുകൾ, അതുപോലെ തന്നെ ബാങ്കിങ് സൗകര്യങ്ങൾ, ഗതാഗത സൗകര്യങ്ങൾ, ഇൻഷുറൻസ്, സംഭരണശാലകൾ, ഇതെല്ലാം എന്താണ്? കച്ചവടത്തെ സഹായിക്കുന്ന ഘടകങ്ങളാണ്.
These services enterprises facilitate movements, finance, risk coverage, storage and sales promotion of goods. These service enterprises ഇങ്ങനെയുള്ള സേവന സ്ഥാപനങ്ങൾ facilitate movements, ഫെസിലിറ്റേറ്റ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് ഗുഡ്സിനെ എത്തിക്കാനും ഫിനാൻസ് അതായത് സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിലും റിസ്ക് നഷ്ടസാധ്യതകൾക്ക് ഒരു കവറേജ് ആയിട്ടും സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധനങ്ങൾ സൂക്ഷിക്കാനായിട്ടും സെയിൽസ് പ്രൊമോഷൻ ഓഫ് ഗുഡ്സ് സെയിൽസ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സെയിൽസ് കൂട്ടാനായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ഈ സഹായക സേവനങ്ങൾ വഴി നമുക്ക് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്പോർട്ട് നമുക്ക് ഒരു സാധനത്തിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഗുഡ്സ് മൂവ് ചെയ്യാനായിട്ട് ബാങ്കിങ് ഫിനാൻസിന് സഹായിക്കുന്നു. ഇൻഷുറൻസ് റിസ്ക് കവറേജ് ഉണ്ടാക്കുന്നു. വെയർഹൗസിംഗ് സ്റ്റോറേജിന് സഹായിക്കുന്നുണ്ട്. അഡ്വർടൈസിംഗ് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് അതായത് സെയിൽസ് കൂട്ടാനായിട്ട് നമ്മൾ സഹായിക്കുന്ന ഒന്നാണ് പരസ്യം എന്ന് പറയുന്നത്. എന്താണ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ? അപ്പൊ നമുക്ക് എയ്ഡ്സ് ടു ട്രേഡിനെ സഹായിക്കുന്ന ഘടകങ്ങളെ കുറിച്ച് നമുക്ക് പറയാം. അതിൽ ഫസ്റ്റ് വൺ ആണ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഗതാഗത സൗകര്യങ്ങളും അതിനോട് ബന്ധപ്പെട്ട ആശയവിനിമയ സംവിധാനങ്ങളും. യൂഷ്വലി പ്രൊഡക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ സെർട്ടൻ ലൊക്കേഷൻ ആൻഡ് കൺസംഷൻ ഓൾ ഓവർ ദ കൺട്രി. നമുക്കറിയാം പ്രൊഡക്ഷൻ ഉണ്ടാവുന്നത്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഗുഡ്സ് നമ്മൾ നിർമ്മിക്കുന്നത് ഒരു പ്ലേസിലും അത് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് കൺട്രി, അതായത് മൊത്തം നമ്മൾ പല രാജ്യങ്ങളിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിന്റെ കൺസംഷൻ നടക്കുന്നത്. This problem is removed by the transport through various modes such as road, rail, water transport. അപ്പൊ നമുക്ക് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങള് രാജ്യത്തിന്റെ പല ഭാഗത്തും എത്തിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഗതാഗത മാർഗങ്ങളാണ് ഏതൊക്കെയാണ്? റോഡ് അല്ലെ, റോഡ് വഴി അല്ലെങ്കിൽ റെയിൽവേ വഴി നമുക്ക്, അല്ലെങ്കിൽ വാട്ടർ ട്രാൻസ്പോർട്ട് വഴി. അപ്പൊ എങ്ങനെയൊക്കെയാണ്? നമ്മള് കര, ജലമാർഗങ്ങള്, അത് വ്യോമ മാർഗങ്ങള്, അങ്ങനെ നമുക്ക് പല മാർഗങ്ങളിലൂടെ നമുക്ക് ഗുഡ്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. Along with the transport and communication, along with the transportനൊപ്പം തന്നെ മറ്റൊരു ഘടകങ്ങൾ നമ്മൾ പറഞ്ഞു, കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം നടത്താൻ. ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ. ബിസിനസ്സില്, എസ്പെഷ്യലി ഇൻ ബിസിനസ്സില് ആശയവിനിമയം എന്ന് പറയുന്നത് വളരെ അർഹിക്കുന്ന ഒന്നാണ്. വിച്ച് ഹെൽപ് ദ പ്രൊഡ്യൂസേഴ്സ്, ട്രേഡേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ. ഒരേ സമയം പ്രൊഡ്യൂസേഴ്സിന്, നിർമ്മാതാക്കൾക്കും, ട്രേഡേഴ്സിന്, കച്ചവടക്കാർക്കും, ഉപഭോക്താക്കൾക്കും അവരുടെ ഇൻഫർമേഷൻസ്, അറിവുകള്, അവർക്ക് അവരുടെ കാര്യങ്ങൾ അവർക്ക് കൈമാറ്റം ചെയ്യാനായിട്ട്, ആശയവിനിമയം നടത്താനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ വളരെ വലിയ ഒരു പങ്ക് നമ്മുടെ ട്രേഡിൽ ഉണ്ട്. പോസ്റ്റൽ സർവീസ്, ടെലിഫോൺ ആൻഡ് അതർ modern means of communication may be regarded as auxiliaries to business activities. പോസ്റ്റൽ സർവീസസ്, ടെലിഫോൺ, അതുകൂടാതെ ഇന്റർനെറ്റ് ഫെസിലിറ്റി, അങ്ങനെയുള്ള പല ടൈപ്പ് കമ്മ്യൂണിക്കേഷൻസ് നമുക്കിത് ബിസിനസ് പ്രവർത്തനങ്ങളെ സഹായകമായിട്ടുള്ള ഘടകങ്ങളാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ കമ്മ്യൂണിക്കേഷൻ, അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ പറഞ്ഞു, കമ്മ്യൂണിക്കേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്താണ് ബാങ്കിങ് ആൻഡ് ഫിനാൻസ്. All business concerns need fund for acquiring asset. എല്ലാ തരത്തിലുള്ള ബിസിനസ് സ്ഥാപനങ്ങൾക്കും എന്താവശ്യമാണ്? ഫണ്ട് ആവശ്യമാണ്. ഫോർ അക്വയറിംഗ് അസറ്റ്. അസറ്റ് നമുക്ക് അക്വയർ ചെയ്യാനായിട്ട്, അസറ്റ് നമുക്ക് കൈക്കലാക്കാനായിട്ട്, റോ മെറ്റീരിയൽസ് ആൻഡ് മീറ്റിംഗ് ഡേ ടു ഡേ എക്സ്പെൻസസ് അല്ലെ. അപ്പൊ നമുക്ക് ദൈനംദിനമായിട്ടുള്ള എക്സ്പെൻസസ്, ദൈനംദിന ചിലവുകളെ നമുക്ക് മുൻകൂട്ടി അല്ലെങ്കിൽ നമുക്ക് മീറ്റ് ചെയ്യാനായിട്ടും, റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ വാങ്ങാനായിട്ടും, അതുപോലെ തന്നെ പല അസറ്റുകളും നമുക്ക് അക്വയർ ചെയ്യാനായിട്ടും നമുക്ക് എന്താവശ്യമാണ്? പണം ആവശ്യമാണ്. ഫിനാൻസ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഓൾ ബിസിനസ് പ്രൊവൈഡഡ് ബൈ ബാങ്ക്സ്. അതായത് ഫിനാൻസ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഓൾ ബിസിനസ്. ഫിനാൻസ് എന്ന് പറയുന്നതാണ് ബിസിനസിന്റെ അടിത്തറ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ ബാങ്ക്സ്. ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? നൽകുന്നത് ആരാണ്? ഈ ഫിനാൻസ് എന്ന് പറയുന്നത് നൽകുന്നത് ആരാണ്? ബാങ്ക് ആണ്. അപ്പൊ ഓർത്ത് വയ്ക്കുക, രണ്ടാമത്തെ എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറയുന്നത് എന്താണ്? ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ആണ്. Then എയ്ഡ്സ് ടു ട്രേഡിൽ നമുക്ക് മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ഹൗ ബാങ്ക് ഹെൽപ്പ് ബിസിനസ്. എങ്ങനെയാണ് ബാങ്കുകൾ ബിസിനസിനെ ഹെൽപ്പ് ചെയ്യുന്നത്? ബാങ്ക് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം ദ പബ്ലിക്. പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ബാങ്ക് എന്ത് ചെയ്യുന്നു? ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നു. ആൻഡ് പ്രൊവൈഡ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഫോർ ബിസിനസ്. അതിനുശേഷം ഈ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്ത ഡെപ്പോസിറ്റ് ഉപയോഗിച്ചുകൊണ്ട് അവര് ബാങ്കിന് ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, ലോൺ, അങ്ങനെയുള്ള പല ഫെസിലിറ്റീസും അനുവദിക്കുകയാണ് ചെയ്യുക. They lend money, overdraft, cash credit, loans, discounting of bills, collection of checks, remittance facilities, and various other services to business community.
പലതരത്തിലുള്ള നമുക്ക് പൈസ നമുക്ക് കടം പിടിക്കാനായിട്ട് സാധിക്കും. ഓവർഡ്രാഫ്റ്റ് വഴി, ദെൻ ക്യാഷ് ക്രെഡിറ്റ്, ലോണുകൾ വഴി, ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ്, കളക്ഷൻ ഓഫ് ചെക്സ്, റെമിറ്റൻസ് ഫെസിലിറ്റീസ് ആൻഡ് അതർ സർവീസസ്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൊണ്ടും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പലതരത്തിലും നമുക്ക് ബാങ്കിൽ നിന്ന് നമുക്ക് ഫണ്ട് നമുക്ക് വാങ്ങിയെടുക്കാനായിട്ട് സാധിക്കാറുണ്ട്. മൂന്നാമത്തെ ഒരു സഹായകമായിട്ടുള്ള ഒരു ഘടകമാണ്, ട്രേഡിനെ സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ് എന്താണ്, ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻഷുറൻസ് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ദ റിസ്ക് ലോസ് ഡ്യൂ ടു ആക്സിഡന്റ്, ഫയർ, എർത്ത്ക്വേക്ക്, തെഫ്റ്റ്, ഡാമേജ് ഓഫ് ഗുഡ്സ് ഇൻ സ്റ്റോക്ക് ആൻഡ് ട്രാൻസിറ്റ്. ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനുള്ള ഒരു പ്രൊട്ടക്ഷൻ ആണ് കൊടുക്കുന്നത്? റിസ്ക് ആണ്. റിസ്ക് എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ട് റിസ്ക് സംഭവിക്കാം? ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ റിസ്ക് സംഭവിക്കാം, ഫയർ അല്ലെ, തീപിടുത്തം ഉണ്ടാവാം, എർത്ത് ഭൂമികുലുക്കം, തെഫ്റ്റ് മോഷണം, ഡാമേജ് ഓഫ് ഗുഡ്സ് ഇൻ സ്റ്റോക്ക് ആൻഡ് ട്രാൻസിറ്റ്. ഇപ്പൊ സംഭരണശാലകളിൽ ഗുഡ്സ് ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുമ്പോഴോ ആ സാധനത്തിന് ഡാമേജ്, കേടുപാടുകൾ സംഭവിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷ ആവശ്യമാണ്. On the payment of a nominal amount called premium, the amount of loss or damage is compensated by the insurance company. നമ്മൾ ഇതിനായിട്ട് ഒരു ചെറിയ രീതിയിൽ ഒരു പ്രീമിയം എമൗണ്ട് ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓരോ പീരീഡുകളിലും നമ്മൾ എന്ത് ചെയ്യണം, ഒരു നോമിനൽ എമൗണ്ട് നമ്മൾ പ്രീമിയം ആയിട്ട് കെട്ടിവെക്കേണ്ടതായിട്ട് വരും. പക്ഷെ അങ്ങനെ കെട്ടിവെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നഷ്ടത്തിനോ അല്ലെങ്കിൽ നമുക്ക് വന്ന കേടുപാടുകൾക്ക്, സാധനങ്ങൾക്ക് കേടുപാടുകൾക്കോ നമുക്കൊരു കോമ്പൻസേഷൻ ഇൻഷുറൻസ് കമ്പനി ആ സമയത്ത് നമുക്ക് തരുന്നതായിരിക്കും. അപ്പൊ അതിനാണ്, അപ്പൊ നമ്മുടെ നഷ്ടസാധ്യതയെ ലഘൂകരിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അടുത്താണ് വെയർ ഹൗസിംഗ്, സംഭരണശാലകള്. നമ്മൾ പറഞ്ഞതാണ് പ്രൊഡക്ഷൻ ഈസ് ഓൾവേസ് ആൻ ആന്റിസിപ്പേഷൻ ഓഫ് ഫ്യൂച്ചർ ഡിമാൻഡ്സ്. നമുക്ക് എല്ലാം അപ്പോൾ കസ്റ്റമേഴ്സിന്റെ ആവശ്യങ്ങൾ അനുസരിച്ച് അപ്പോൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു ആന്റിസിപ്പേഷൻ, നമ്മൾ ഫ്യൂച്ചറിൽ ഇത്ര ഗുഡ്സ് നമുക്ക് ആവശ്യം വരും എന്നുള്ള ഒരു ആന്റിസിപ്പേഷൻ, മുൻധാരണ വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരു ഊഹം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മുൻകൂട്ടി തന്നെ കുറച്ചധികം ഗുഡ്സ് 2 മാസത്തേക്കോ അല്ലെങ്കിൽ അടുത്ത മാസത്തേക്ക് വേണ്ടിയിട്ടോ നമ്മൾ ഗുഡ്സ് ഓൾറെഡി സ്റ്റോക്ക് ചെയ്ത് വെക്കും. സോ ദാറ്റ് the products are to be kept in the good condition until they are sold. അപ്പൊ നമ്മൾ ഈ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് എല്ലാം നമുക്ക് അപ്പൊ തന്നെ വിൽക്കാൻ സാധിക്കണമെന്നില്ല. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അത് വിൽക്കുന്നത് വരെ നമ്മൾ വളരെ സൂക്ഷിച്ച് നമ്മൾ അതിനെ സ്റ്റോർ ചെയ്ത് നല്ല രീതിയിൽ തന്നെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് കാണാം, ഓരോ റാക്കുകളിലായിട്ട് ഇവിടെ ഗുഡ്സുകൾ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നതായിട്ട് കാണാം. വെയർഹൗസ് ഫെസിലിറ്റേറ്റ്സ് സ്റ്റോറേജ് ഓഫ് ഗുഡ്സ് ആൻഡ് സ്റ്റെബിലൈസസ് പ്രൈസസ് ബൈ ഈക്വലൈസിംഗ് സപ്ലൈസ്. ഇവിടെ വെയർഹൗസസ് എന്ത് ചെയ്യുന്നു, ഇതിന് സഹായിക്കുന്നു ഗുഡ്സ് സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ പ്രൈസിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ, പ്രൈസിനെ ഒരു സ്ഥിരമായി നിർത്താനും ബൈ ഈക്വലൈസിംഗ് സപ്ലൈസ്. അതായത് തുല്യമായിട്ട് സപ്ലൈ ചെയ്തുകൊണ്ട്, സാധനങ്ങൾ തുല്യമായിട്ട് സപ്ലൈ ചെയ്തുകൊണ്ട് ബാലൻസ്, അതായത് പൈസ ഒന്ന് നിയന്ത്രിച്ച് നിർത്താനും സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് വെയർഹൗസ്. അപ്പൊ വെയർഹൗസ് എന്നുള്ളത് നമ്മൾ ഓർത്ത് വയ്ക്കുക. വെയർഹൗസിംഗ് സംഭരണശാലകൾ മെയിനായിട്ട് സഹായിക്കുന്നത് ഗുഡ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഓർക്കുക. അടുത്താണ് അഡ്വർടൈസിംഗ്, പരസ്യം എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു റീച്ച് മില്യൺസ് ഓഫ് കസ്റ്റമേഴ്സ് ഫോർ പ്രൊമോട്ടിംഗ് സെയിൽസ് ആൻഡ് ഗിവിംഗ് ഇൻഫർമേഷൻ അബൌട്ട് ദ പ്രൊഡക്റ്റ്. ഇവിടെ എന്ത് ചെയ്യുന്നു, ഇറ്റ് ഹെൽപ്സ് ടു റീച്ച് മില്യൺസ് ഓഫ് കസ്റ്റമേഴ്സ്. അതായത് ഒരേ സമയം നമുക്ക് സെയിൽസിന്റെ ഇൻഫർമേഷൻസ്, പ്രൊമോഷൻ, സെയിൽസ് കൂട്ടാനായിട്ടുള്ള ഇൻഫർമേഷൻസ്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻ, പുതിയ പ്രൊഡക്റ്റ് ബിസിനസ്സിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കുറിച്ചിട്ട് നമുക്ക് അതിന്റെ ഇൻഫർമേഷൻ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗമാണ് അഡ്വർടൈസിംഗ് അഥവാ പരസ്യം എന്ന് പറയുന്നത്. അഡ്വർടൈസിംഗ് മേക്സ് എ പോസിബിൾ മാർക്കറ്റിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ എ ലാർജ് സ്കെയിൽ. വലിയ രീതിയിൽ തന്നെ നമ്മൾ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗുഡ്സ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അഡ്വർടൈസിംഗ് എന്നുള്ളത് മാർക്കറ്റിംഗ്, അതായത് അഡ്വർടൈസിംഗ് മേക്സ് പോസിബിൾ ഓഫ് മാർക്കറ്റിംഗ് ഓഫ് ഗുഡ്സ് ഇൻ ലാർജ് സ്കെയിലിൽ വലിയ തരത്തിൽ തന്നെ നമ്മൾ വിപണനം ഒരുക്കുകയാണെങ്കിൽ അപ്പൊ നമുക്ക് അഡ്വർടൈസിംഗ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. എന്തിനു വേണ്ടിയിട്ട് അഡ്വർടൈസിംഗ് സഹായിക്കുന്നു, നമുക്ക് ഈ പരസ്യങ്ങൾ നമ്മൾ എന്തിനു വേണ്ടി സഹായിക്കുന്നു, നമുക്ക് ഗുഡ്സ് നല്ല രീതിയിൽ സെയിൽ ചെയ്ത് പോകാനും സെയിൽസ് വർദ്ധിക്കാനായിട്ട് നമ്മൾ സഹായിക്കുന്ന ഒന്നാണ് അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഹെൽപ്സ് ടു റീച്ച് മില്യൺസ് ഓഫ് കസ്റ്റമേഴ്സ്. ഒരേ ടൈം തന്നെ നമ്മൾ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളുടെ അടുത്ത് ഈ ഇൻഫർമേഷൻസ് എത്തും. അപ്പോൾ പ്രൊമോട്ടിംഗ് സെയിൽസ്, അവർ ആ സമയം തന്നെ അവർക്ക് എന്ത് ചെയ്യാം, സെയിൽസ് പ്രൊമോട്ട് ചെയ്യാം. ഇൻഫർമേഷൻ അവിടുത്തെ പ്രൊഡക്റ്റ്, ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് മില്യൺസ് ഓഫ്, അതായത് ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളുടെ അടുത്തേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അതിന് സഹായിക്കുന്ന ഒരു ഘടകമാണ് അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മൾ പറഞ്ഞത് എയ്ഡ്സ് ടു ട്രേഡിനെ കുറിച്ചായിരുന്നു. ഓക്സിലറീസ് ടു ട്രേഡ്, അതായത് നമുക്ക് കച്ചവടത്തെ സഹായിക്കുന്ന ഘടകങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് ട്രാൻസ്പോർട്ട്? സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണ് ട്രാൻസ്പോർട്ട്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ബിസിനസ്സിന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. നമുക്ക് പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് കസ്റ്റമേഴ്സ് ആയിട്ടും അതുപോലെ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടും നമുക്ക് ആവശ്യമൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് സഹായിക്കുന്നു. ദെൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ്. നമ്മൾ പറഞ്ഞു ഫിനാൻസ് എന്ന് പറയുന്നത് വളരെ ഒരു ഫൗണ്ടേഷൻ, ബിസിനസിന്റെ ഫൗണ്ടേഷൻ, അടിത്തറ എന്ന് പറയുന്നത് എന്താണ്? ഫിനാൻസ് ആണ്. അതുകൊണ്ട് ബാങ്ക് ആണ് ഇങ്ങനെയുള്ള ഫിനാൻസ് സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത്. അതിന്റെ മറ്റൊന്നാണ് ഇൻഷുറൻസ്. നഷ്ടസാധ്യതയെ ലഘൂകരിക്കാനായിട്ട് നമുക്ക് സഹായിക്കുന്ന ഒന്നാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് വെയർ ഹൗസിങ്ങിനെ കുറിച്ചായിരുന്നു. സംഭരണശാലകൾ നമുക്ക് മുൻകൂട്ടി ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കാനും ആവശ്യത്തിനനുസരിച്ച് അത് ആർക്ക് കൊടുക്കാൻ? കസ്റ്റമേഴ്സിന് അത് എത്തിച്ചു കൊടുക്കാനായിട്ട് സഹായിക്കാൻ സംഭരണശാലകൾക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ മറ്റൊന്നാണ് അഡ്വർടൈസിങ്. ഒരേ സമയം തന്നെ നമുക്ക് ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളുടെ അടുത്തേക്ക് ഒരു പുതിയ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാനോ അഥവാ നമുക്ക് നമ്മുടെ ഇപ്പോഴുള്ള വിപണന സാധ്യത അല്ലെങ്കിൽ വിപണനത്തെ വർദ്ധിപ്പിക്കാനോ സഹായിക്കുന്ന ഒന്നാണ് എന്ത് പറയുന്നത്? അഡ്വർടൈസിങ് അഥവാ പരസ്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തിനെ കുറിച്ചൊക്കെയായിരുന്നു? കൊമേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. കൊമേഴ്സിൽ നമ്മൾ ട്രേഡിനെ കുറിച്ച് പറഞ്ഞു. ട്രേഡിന്റെ വിവിധ തരത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ ഓക്സിലറീസ് ടു ട്രേഡ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓക്സിലറീസ്, ട്രേഡിനെ സഹായിക്കുന്ന ഘടകങ്ങളെ കുറിച്ചും ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് അതൊന്നുകൂടി കാണുക. അതുപോലെ തന്നെ അതിന്റെ നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്യുക. നന്നായിട്ട് ഈ പാഠഭാഗങ്ങൾ പഠിക്കുക. താങ്ക് യു.